എടാ പിള്ളേരെ, ഇന്നത്തെ വീഡിയോയിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങളൊരു പ്രശ്ന വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഓരോ കാര്യങ്ങളും ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വിട്ടുപോയി. പല കുട്ടികൾക്കും ഒരു ഡൗട്ടുണ്ട്, ഏത് കാൽക്കുലേറ്റർ മേടിക്കണമെന്ന്. അതിൻ്റെ ഉത്തരം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ഏത് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് FX82MS ആണ്. നിങ്ങൾക്ക് ഇത് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അത് നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഇനി ഓരോ കാര്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഓണും ഓഫ്. ഓണാക്കി എല്ലാ കുട്ടികൾക്കും അറിയാം. ഓൺ എന്ന് പറയുന്ന ബട്ടണിൽ പിടിച്ചിരിക്കുക, ഓണാവും. ഈ ഓഫ് ആക്കാനാണ് പലർക്കും ഡൗട്ട്. ഓക്കെ, ഓഫ് ആക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഷിഫ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കണ്ടോ, അതിലാദ്യം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് AC ക്ലിക്ക് ചെയ്താൽ ഓഫ് ആവും. ഇത്രേ ഉള്ളൂ. ഇനി അടുത്തായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്നറിയോ, ഈ ഷിഫ്റ്റിന് മഞ്ഞ കളറിലും ആൽഫ റോസ് കളറിലും ഈ 2 ബട്ടൺ ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അതായത് ഈ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മഞ്ഞ കളറിൽ എഴുത്ത് കണ്ട് NPR, സൈൻ ഇൻവേഴ്സ്, അങ്ങനെ കുറേ ബട്ടൺ ഉണ്ട്. ഓഫൊക്കെ മഞ്ഞ കളറിലാണ്. അപ്പോൾ മഞ്ഞ കളറിലെ സാധനങ്ങൾ വരണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യണം. പിന്നെ റോസ് ഉണ്ട്, ABC. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി, ABC ഒക്കെ റോസ് കളറില്ല. അപ്പോൾ ഈ റോസ് ബട്ടൺ പ്രസ് ചെയ്യണം, അതായത് ആൽഫ പ്രസ് ചെയ്തിട്ട് വേണം നിങ്ങൾ നിൽക്കുക, വരും. ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഒരു ചെറിയൊരു ട്രിക്കാട്ടോ. നിങ്ങൾ സൈന്, കോസ്, ടാനൊക്കെ നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ വാല്യൂ കൊണ്ടിരിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ സൈൻ 90 കാണണം. അപ്പോൾ സൈൻ അടിച്ചു, 90 പ്രസ് ചെയ്തു. നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കാണണമെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. സിമ്പിളായിട്ട് 1 നീട്ടി. നിങ്ങളത് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതെന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് ലോഗ് 10. ഇനി ഒരു ലോഗ് എപ്പോഴും നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. ലോഗ് 10, ലോഗ് 20 ഇതൊക്കെ കണ്ടുപിടിക്കുക. അതൊന്നുമില്ല, അത് ഈ ലോഗ് എന്ന് പറയുന്ന ബട്ടൺ ഡയറക്റ്റ് ഉണ്ട്. എന്നിട്ട് 10 അടിച്ചു കൊടുത്താൽ മതി. സിമ്പിളായിട്ട് കിട്ടി. ഇനി എക്സാം ഹാളിൽ യൂസ്ഫുൾ ആകുന്ന ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഫോർമുലയൊക്കെ മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ കാൽക്കുലേറ്റർ സേവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് 999 എന്ന് പറയുന്ന ഒരു വാല്യൂ ചുമ്മാ സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം വാല്യൂ അടിക്കുക, ഏതാണെന്ന് വെച്ചാൽ അടിക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ഷിഫ്റ്റ് നിൽക്കുക. ഓക്കെ, എന്നിട്ട് ഈ RCL എന്ന് പറയുന്ന ബട്ടൺ നിൽക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽഫബറ്റ് സേവ് ചെയ്യുക. ഇപ്പോൾ ABCD എന്നൊക്കെ പറയുന്ന കുറേ ആൽഫബറ്റ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ C എന്ന് പറയുന്ന ആൽഫബറ്റ് സേവ് ചെയ്യുന്നു. എന്നിട്ട് ഈക്വൽ ടു കൊടുക്കുക. ഓക്കെ, ഇനി ഇത് ക്ലിയർ ചെയ്തു. ഇനി ഇത് കാണണമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ആദ്യം RCL നിൽക്കുക. എന്നിട്ട് ഏത് ആൽഫബറ്റിലാണ് സേവ് ചെയ്തത് ആൽഫബറ്റ് ചുമ്മാ നിൽക്കിയാൽ മതി, ആ വാല്യൂ അവിടെ വരും. ഇത്രയുള്ള പരിപാടി. സിമ്പിളല്ലേ? സോ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ യൂസ്ഫുൾ ആവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, ഏതെങ്കിലുമൊക്കെ വാല്യൂ ഉണ്ടെങ്കിൽ സേവ് ചെയ്തുകൊണ്ട് പോകാം. ഓക്കെ, ഇനി ചെറിയൊരു കാര്യം, ഇനി ഇടയ്ക്കൊക്കെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. അതായത് വാല്യൂസ് ശരിയാവില്ല. ഇപ്പം ഒരു 8 × 8 കൂട്ടുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ഉത്തരം കിട്ടില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൻ്റെ ഒരു എററാണ്. അത് നിങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഷിഫ്റ്റ് നിൽക്കുക. എന്നിട്ട് ഈ മോഡ് വന്നിട്ട് ഒന്ന് 3 അടിച്ചു കൊടുക്കുക. എന്നിട്ട് റീസെറ്റ് ചെയ്യുക, ഫുള്ള് റീസെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട്. അതായത് അത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മോഡ് മാറിക്കിടക്കേണ്ട. ഇവിടെ ഡിഗ്രി എന്ന് പറയുന്ന ഒരു മോഡിലാണ് കിടക്കേണ്ടത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ജസ്റ്റ് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഒരു D എന്ന് പറയുന്ന മോഡുണ്ട്. അതാണ്ട് ഡിഗ്രി മോഡിലാണ് നിങ്ങളെല്ലാ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മോഡ് മാറ്റിക്കൂടെ? ഇവിടെ മോഡ് ഞെക്കിക്കഴിഞ്ഞാൽ കുറേ മോഡുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണം ചെയ്യാം. ഡിഗ്രി ഉണ്ട്, റേഡിയൻ ഉണ്ട്, ഗ്രേഡിയൻ ഉണ്ട്. ഏത് മോഡിൽ വേണം ചെയ്യാം. ഏതുകൊണ്ട് സയൻറ്റിഫിക് ഉണ്ട്, നോർമൽ ഉണ്ട്, ഏത് മോഡിലും ചെയ്യാം. പക്ഷേ നിങ്ങൾ എല്ലാ കാൽക്കുലേഷനും ഡിഗ്രി മോഡ് D എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ വരുന്നതിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അഥവാ നിങ്ങൾ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങളൊന്ന് മോഡിനൊക്കെ ഇട്ട് ക്ലിയർ കൊടുത്താൽ മതി. ഓക്കെ, റീസെറ്റ് ചെയ്താൽ മതി കാൽക്കുലേറ്റർ. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഇനി അടുത്ത് നിങ്ങൾക്കുള്ള ഒരു സാധനമാണ് റേസ് ടു. ഓക്കെ, 2 റേസ് ടു, 5 റേസ് ടു എന്നൊക്കെ കേൾക്കും. ഓക്കെ, ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് തന്നെ. ഇപ്പം 2 റേസ് ടു 2, 2 റേസ് ടു. റേസ് ടു എന്ന് പറയുന്ന സിമ്പിളാണ്. ഈ ആരോ മുകളിലോട്ട് നമ്മുടെ ഈ വീടിൻ്റെ ഒക്കെ മുകളിൽ ശരിയല്ല, കോണ് വരെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നമ്മൾ പടം വരയ്ക്കുമ്പോൾ കാണില്ലേ, അതുപോലത്തെ ഒരു സിമ്പിൾ. അതേ കണ്ട, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 2 റേസ് ടു 2ന് 2 അടിക്കുക, ഈക്വൽ ടു അടിക്കുക, 4 കിട്ടിയണ്ട. ഇത്രേ ഉള്ളൂ, 2 റേസ് ടു 2. ഓക്കെ, ഈ ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ വേറെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 5 റേസ് ടു 2, 5
⁻². ഓക്കെ, 2580 ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് തന്നെ ചെയ്യാം. അതിൻ്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കുക, ⁻². ഓക്കെ, ഇനി അടുത്താണ് നമ്മുടെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ 2/4 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം 0.5. ഈ 0.5 എന്ന് പറഞ്ഞാൽ അരയാണ്, ഹാഫ്, 1/2. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കിട്ടത്തില്ല, അതായത് 1/2 എന്ന് കിട്ടത്തില്ല. അതിനൊരു ട്രിക്ക് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഷിഫ്റ്റ് നിൽക്കുക. ഓക്കെ, എന്നിട്ട് ഈ A/B/C എന്ന് പറയുന്നൊരു ബട്ടൺ കണ്ടോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഫ്രാക്ഷൻ മോഡിൽ കിട്ടും. ഓക്കെ, ഇതൊരു ട്രിക്കാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഷിഫ്റ്റിനൊക്കെ ഈ ഒരു ബട്ടൺ ഞെക്കിയാൽ മതി. അങ്ങനെ, അതായത് ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കുന്ന പരിപാടി ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി അത്രയൊക്കെ ഉള്ളൂ. വേറെ പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗ് ഉണ്ട്. ഇത് നാച്ചുറൽ ലോഗ് ആയിരിക്കും, അതിൽ കാര്യമുള്ള കാര്യമൊന്നുമല്ല, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇൻറ്റു ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ 2 × 6 × 5 × 2 × ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ബ്രാക്കറ്റ് ഇട്ട് പോവുക. ഓക്കെ, 2 × 5 × 6 എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്ലസ് ആണ് ചെയ്യേണ്ടത്, പ്ലസ്, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 6 + 3 എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക. എന്നിട്ടൊക്കെ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യ ഉത്തരം കിട്ടും. ഓക്കെ, നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓപ്പൺ ബ്രാക്കറ്റും ഇത് ക്ലോസ് ബ്രാക്കറ്റുമാണ്. ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ കാണിക്കും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഡിലീറ്റ് നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ ഈ ഒരു ഇത്രയും ഭാഗം നിങ്ങൾക്ക് സാധാ കാൽക്കുലേറ്റർ പോലെ തന്നെ, ഈ മേളിലോട്ടൊക്കെ ഇച്ചിരി വ്യത്യാസമുള്ളൂ. പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പൈ ഉണ്ട്. അതിന് ഞാൻ പറഞ്ഞു ഷിഫ്റ്റ് ഞെക്കണം, മഞ്ഞ കളറിലെ ഷിഫ്റ്റ് ഞെക്കണം. ഷിഫ്റ്റ് ഞെക്കുക, എന്നിട്ട് പൈ നിങ്ങൾക്ക് കാണാം. പിന്നെ വേറെ റൂട്ട് ഉണ്ട്. റൂട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. റൂട്ടിൽ ജസ്റ്റ് നിൽക്കുക, എന്നിട്ട് ഏതാണോ വാല്യൂ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു 144 റൂട്ട് കണ്ടുപിടിക്കണം. ഈക്വൽ ടു അടിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടുന്നത് 12 കിട്ടി. വേറൊരു നോക്കുകയാണെങ്കിൽ √64 നോക്കുകയാണെങ്കിൽ 8 എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ, വേറെ വലിയ പരിപാടികളൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് 2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ കാൽക്കുലേറ്റർ വെച്ചിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അവിടെ ഇവിടെ തപ്പിപ്പോവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാൽക്കുലേറ്റർ വെച്ച് പഠിക്കുക. ഇതൊക്കെ ഒരു ട്രിക്കാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് പഠിച്ചു നോക്കുക. ഇനി പാർട്ട് 2 നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പാർട്ട് 2 ചെയ്യാം. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.